നമസ്കാരം. ഇന്നത്തെ ഈ പുണ്യ ദിവസമായ ഏകാദശി ദിവസം മുതൽ അടുത്ത കുറച്ച് നാളുകൾക്ക് ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് വളരെ ഭാഗ്യാനുഭവത്താൽ അതിസമ്പന്നമായ സമയമാണ്. ഇവിടെ പറയുന്ന ഈ 12 നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ തോതിലുള്ള ഐശ്വര്യങ്ങളാണ് വന്നു ചേരുവാൻ പോകുന്നത്. ഇതുവരെയും അനുഭവിച്ചുകൊണ്ടിരുന്ന ദുഃഖ ദുരിതങ്ങളൊക്കെ ഈ ഏകാദശി കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നൊരു കാലഘട്ടമാണ്. സുവർണ കാലഘട്ടം ഈ നക്ഷത്ര ജാതകർക്ക് തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഉറപ്പായും ഈ നക്ഷത്ര ജാതകർ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയുന്നതിനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. ഒപ്പം ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ അശ്വതി നക്ഷത്ര ജാതകരാണ്. ദീർഘനാളത്ത് മുടങ്ങിക്കിടക്കുന്ന വീട് പണിയൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സമയമാണ്. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയ നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതായിരിക്കും. ഏകാദശി ദിവസം കഴിയുന്നതോടുകൂടി തന്നെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും മാറി സമ്പൂർണ്ണ വിജയങ്ങൾ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഈശ്വരാനുഗ്രഹം കൊണ്ട് കഴിയുന്നതായിരിക്കും. ഈ നക്ഷത്ര ജാതകർ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഏകാദശി കഴിയുന്നതോടുകൂടി തന്നെയുള്ള സമയം. ഈ നക്ഷത്ര ജാതകർ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് മഹാവിഷ്ണു നാമം ഉരുവിടുന്നതും ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ കൊണ്ടുവരുവാനും കാരണമായി തീരുന്നതായിരിക്കും. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ രോഹിണി നക്ഷത്ര ജാതകരാണ്. ഏകാദശി ദിവസം കഴിയുന്നതോടുകൂടി തന്നെ രോഹിണി നക്ഷത്ര ജാതകർക്ക് ബിസിനസ് മേഖലകളിൽ വലിയ പുരോഗതികൾ കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും. മുൻകാലങ്ങളിൽ ചെയ്ത നിക്ഷേപങ്ങളിൽ വലിയ ലാഭങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ രോഹിണി നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭവും ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളുമാണ് ഈ സമയങ്ങളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടെ പ്രവർത്തിക്കുക. അതായത് ഈ ഏകാദശിയൊക്കെ കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതികളും വിജയങ്ങളും ഈശ്വര ചൈതന്യങ്ങളൊക്കെയാണ് വന്നു ചേരുവാൻ പോകുന്നത്. അതുപോലെ തന്നെ അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ മകം നക്ഷത്ര ജാതകരാണ്. കടബാധ്യത പൂർണ്ണമായും വീട്ടി വളരെ ആശ്വാസകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ പുരോഗതികളും കൈവരിക്കുന്ന ഒരു സമയമാണ്. ഈ ഏകാദശി കഴിയുന്നതോടുകൂടി തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് കൈവരിക്കുവാൻ പോകുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളാണ്. ആരൊക്കെ ജീവിതത്തിൽ മാറില്ല എന്ന് പറഞ്ഞാൽ പോലും എത്ര വലിയ കടങ്ങളായാലും ശരി, ആ കടങ്ങളിൽ നിന്നെല്ലാം മോചനങ്ങൾ ലഭിക്കുന്ന ഒരു സമയവും കാലഘട്ടമൊക്കെയാണ് ഈ നക്ഷത്ര ജാതകർ പൂർണ്ണമായും ഈശ്വരൻ അർപ്പിച്ച് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഈശ്വരൻ അർപ്പിച്ച് നിങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറാണെങ്കിൽ ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും വലിയ സാമ്പത്തിക പുരോഗതിയൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകരും വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുക. എല്ലാവിധമായിട്ടുള്ള സൗഭാഗ്യവും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. എല്ലാവിധമായിട്ടുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും എല്ലാം മാറി നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകൾ നിങ്ങൾക്ക് കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപ കടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ മകയിരം നക്ഷത്ര ജാതകരാണ്. ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയമാണ്. അതായത് ജോലിയിൽ സ്ഥാനക്കയറ്റങ്ങളും ജോലിയിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാനസിക പിരിമുറുക്കങ്ങളും ഇവയൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ശമ്പള വർധനവൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾക്ക് ശമ്പള വർധനവുണ്ടാകും. വളരെയധികം സന്തോഷവും വളരെയധികം ആത്മസംതൃപ്തിയോടുകൂടി തൊഴിൽ ചെയ്യുവാനുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് കൈവരുവാൻ പോകുന്നത്. വിസ്മയമായിട്ടുള്ള പല കാര്യങ്ങളും ഈ സമയങ്ങളിൽ നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. എല്ലാം സന്തോഷകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും വളരെ എനർജറ്റീവായിട്ട് പ്രവർത്തിക്കുവാനുമുള്ള സാഹചര്യങ്ങളാണ് ഈ ഏകാദശി കഴിയുന്നതോടുകൂടി തന്നെ ഈ നക്ഷത്ര ജാതകർക്ക്, അതായത് മകയിര നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. അധികാരം കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരുവാനും കഴിയുന്നതായിരിക്കും. അതായത് അധികാരങ്ങളൊക്കെ നിങ്ങൾക്ക് കൈയാളുവാനുള്ള ഭാഗ്യയോഗങ്ങളും നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകളൊക്കെ കൈവരുന്ന സമയമാണ്. വിദേശ യാത്രകൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദേശ യാത്രയ്ക്ക് തടസ്സങ്ങളായിട്ട് നിന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. ഈ നക്ഷത്ര ജാതകർ ഉറപ്പായും കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് കുടുംബ ദേവീദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നിങ്ങൾ നടത്തുക. അപ്പോൾ നിങ്ങളുടെ പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. അതായത് നമ്മുടെ കുടുംബത്തിലെ കുടുംബ ദേവീദേവന്മാരുടെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കണം ഒരു വ്യക്തി ജീവിതത്തിൽ നല്ല രീതിയിലുള്ള പുരോഗതിയിലേക്ക് എത്തണമെങ്കിൽ. അതുകൊണ്ട് തന്നെ മുടങ്ങിക്കിടക്കുന്ന ആചാരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രങ്ങളിൽ പോയി നിങ്ങൾ പൂജകളും വഴിപാടുകളും കർമ്മങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുടുംബ ദേവീദേവന്മാരുടെ ദോഷങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങളും ഐശ്വര്യങ്ങളും കൈവരിക്കുവാനുള്ള യോഗങ്ങളും ഭാഗ്യങ്ങളും നിങ്ങൾക്ക് സിദ്ധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അഞ്ചാമതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഉത്രം നക്ഷത്ര ജാതകരാണ്.
ജോലിയിൽ അംഗീകാരങ്ങളും സ്ഥാനക്കയറ്റങ്ങളും ലഭിക്കുന്ന ഈ കൂട്ടർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളാണ് ഇനി അങ്ങോട്ട് തുറന്നു കിട്ടുവാൻ പോകുന്നത്. കടബാധ്യതയിൽ നിന്നും പൂർണ്ണ മോചനങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. പ്രതിസന്ധികളൊക്കെ അകന്ന് ജീവിതത്തിൽ ഒത്തിരി ധനലാഭത്തിലേക്ക് എത്തിച്ചേരുന്ന സമയമാണ് നിങ്ങൾക്ക്. അതായത് ഈ ഏകാദശി കഴിയുന്നതോടുകൂടി തന്നെ ഭാഗ്യദേവതയുടെ കൃപാകടാക്ഷങ്ങൾ ജീവിതത്തിൽ കൈവരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അത് രാവിലെ കുളിച്ച് വൃത്തിയായിട്ട് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അതിരാവിലെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ എനർജറ്റിയോട് കൂടി ജീവിക്കുവാനും ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ കൈവരുവാനും അത് നിലനിൽക്കുവാനും നിങ്ങൾക്ക് കാരണമാകുന്നതായിരിക്കും. എല്ലാ രീതിയിലും നിങ്ങൾക്ക് പ്രശസ്തിയൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ വലിയ പുരോഗതികൾ, അതായത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള പുരോഗതികളും ജീവിത സാഹചര്യങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തി നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള അഭിവൃദ്ധിയും നിങ്ങൾക്ക് എന്താണോ ആവശ്യം, അതായത് സമ്പത്താണെങ്കിൽ സമ്പത്ത്, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ദൈവം കൊണ്ടുവരുന്നതായിരിക്കും. അതായത് ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്തുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈശ്വര കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുക. എല്ലാവിധമായിട്ടുള്ള സൗഭാഗ്യങ്ങളും ജീവിത ഉയർച്ചകളുമാണ് ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അടുത്തത് ചോതി നക്ഷത്ര ജാതകമാണ്. പുതിയ ബിസിനസ് പങ്കാളിയെ ലഭിക്കുന്നതായിരിക്കും. അതുമൂലം നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഏകാദശി കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവുകളും മാറിക്കിട്ടതായിരിക്കും. കടങ്ങളിൽ നിന്ന് മോചനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. പുതിയ സംരംഭങ്ങളിൽ വലിയ മികച്ച ഐഡിയകൾ നിങ്ങൾക്ക് അവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തിട്ട് അവിടെ വിജയിപ്പിക്കാൻ കഴിയുന്നതായിരിക്കും. എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടായിരിക്കും. പുതിയ നിക്ഷേപങ്ങൾ നിങ്ങളുടെ കമ്പനിയിലേക്കൊക്കെ വന്നു ചേരുന്ന അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് നിങ്ങൾക്ക് കൈവരിക്കുവാൻ പോകുന്നത്. എല്ലാവിധമായ സൗഭാഗ്യവും ഈ ചോതി നക്ഷത്ര ജാതകർക്ക് കൈവരുന്ന സമയമാണ്. കലാ കായിക സാംസ്കാരിക മേഖലകളിൽ നിൽക്കുന്നവർക്കും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിരിക്കും. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഈശ്വരന്റെ ചൈതന്യവും ഈശ്വരന്റെ ഒരു കൃപാകടാക്ഷങ്ങളൊക്കെ നിങ്ങൾക്ക് ധാരാളം ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കൂട്ടരും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക, വഴിപാടുകൾ നടത്തുക, ശിവനൊരു കൂവളമാല സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഐശ്വര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിലനിന്ന് പോകുന്നതിന് കാരണമായി തീരുന്നതായിരിക്കും. എല്ലാവിധമായിട്ടുള്ള പുരോഗതികളും സാമ്പത്തിക അഭിവൃദ്ധികളും സാമ്പത്തികപരമായിട്ടുള്ള ഐശ്വര്യങ്ങളുമാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. അതുപോലെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെ മാറുന്നതായിരിക്കും. വിവാഹമൊക്കെ നടക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ പുതിയ വിവാഹാലോചനകളൊക്കെ വരുന്ന ഒരു സമയമാണ്. ഇതൊക്കെ അനുകൂലമായിട്ട് അനുഭവിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങളും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതായിരിക്കും. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ പൂരാടം നക്ഷത്ര ജാതകരാണ്. കുടുംബൈശ്വര്യം വർദ്ധിക്കുന്നതാണ് ഈ നക്ഷത്ര ജാതകർക്ക്. അതായത് ഏകാദശി കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘനാളത്തെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. സമാധാനമില്ലാതെ ജീവിച്ചിരുന്ന എല്ലാ കാലഘട്ടങ്ങൾക്കും വിരാമം ഉണ്ടാകുന്ന സമയമാണ്. ഐശ്വര്യം വർദ്ധിക്കുന്ന സമയമാണ്. അതായത് സമാധാനം കൈവരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയും. കുടുംബത്ത് മംഗളകാര്യങ്ങൾ നടക്കുവാനും അതിന് നേതൃത്വം നൽകുവാനും കഴിയുന്ന ഒരു സാഹചര്യങ്ങളാണ് പൂരാടം നക്ഷത്ര ജാതകർക്ക് തെളിഞ്ഞു നിൽക്കുന്നത്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും മാറി നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നേടിയെടുക്കുവാനും ഈശ്വരന്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഈ സമയം കഴിയുന്നതായിരിക്കും. അതുകൊണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. ഈശ്വര വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു പൂരാടം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലും കുടുംബത്തിലും വലിയ അത്ഭുതങ്ങളും വലിയ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതായി കാണുവാൻ കഴിയുന്നതായിരിക്കും. എന്തു തന്നെയാലും ദീർഘനാളത്തെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളൊക്കെ ഏകാദശി കഴിയുന്നതോടുകൂടി തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് കൈവരിക്കാൻ പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ അവിട്ടം നക്ഷത്ര ജാതകർ, ഈ നക്ഷത്ര ജാതകർക്കും വളരെ വലിയ ഉയർച്ചയിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് വീട് പണി, വാഹനങ്ങൾ മാറ്റി മേടിക്കുവാനുള്ള സമയവും സാഹചര്യവുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. വിവാഹം നടക്കുന്ന ഒരു സമയമൊക്കെയാണ്. അതായത് ഏകാദശി കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങൾ മുമ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, മാനസിക പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിക്കൊള്ളട്ടെ, അതും അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, ഈ പ്രശ്നങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് അയവുണ്ടാവുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നിങ്ങളുടെ ജീവിതം വന്നു ചേരുവാനും ഈശ്വരന്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും. ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ചുയർത്തി സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിയിലേക്കും സാമ്പത്തിക ഐശ്വര്യത്തിലേക്കും നിങ്ങളെ കൊണ്ടുപോകുന്ന സമയമാണ്. അവിട്ടം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള സാമ്പത്തിക മുന്നേറ്റങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധികളുമാണ് നിങ്ങൾക്ക് കൈവരിക്കുവാൻ പോകുന്നത്. ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. ഈശ്വരൻ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്തായിരിക്കും. അടുത്ത 9ാമതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ രേവതി നക്ഷത്ര ജാതകരാണ്. സൗഭാഗ്യകരമായിട്ടുള്ള കാലഘട്ടമാണ് നിങ്ങൾക്ക് കൈവരിക്കുവാൻ പോകുന്നത്.
ദാമ്പത്തിക ജീവിതത്തിൽ വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ ആയിരിക്കും ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. രേവതി നക്ഷത്ര ജാതകർക്ക് കടബാധ്യത മാറ്റുവാനുള്ള സാഹചര്യങ്ങൾ മുമ്പിൽ തുറന്നു കിട്ടുന്ന സമയമാണ്. ഏകാദശി കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. മനസ്സിനെ അലട്ടുന്ന വേദനകളും പ്രശ്നങ്ങളും ദുരിതങ്ങൾക്കെല്ലാം അയവുണ്ടാവുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അപ്പുറത്തേക്ക് തന്നെ ജീവിതത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്നതായിരിക്കും. എല്ലാം നിങ്ങൾ ഈശ്വരനെ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശ്വരൻ നിങ്ങളെ ആ ശത്രുവിൽ നിന്നൊക്കെ സംരക്ഷിച്ച് നിർത്തി സാമ്പത്തിക പുരോഗതികളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. അടുത്ത 10ാമതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ പുണർദം നക്ഷത്ര ജാതകരാണ്. വിട്ടുമാറാത്ത എല്ലാ ദുഃഖങ്ങളും ഇവർക്ക് വിട്ടുമാറുന്നതായിരിക്കും. ഏകാദശി കഴിയുന്നതോടുകൂടി തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ മോക്ഷമുണ്ടാവുന്നതായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ മാറിക്കിട്ടുന്ന ഒരു സാഹചര്യവും സമയവുമാണ്. അതുപോലെ തന്നെ മാനസികമായിട്ട് വിഷമതകൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് മാനസിക വിഷമതകളും തടസ്സങ്ങളും മാറിക്കിട്ടുന്ന സമയമാണ്. മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും നിങ്ങൾക്ക് തടസ്സമില്ലാതെ നേടിക്കിട്ടുന്ന ഒരു സമയമാണ്. അതായത് കഴിഞ്ഞു പോയ സമയത്തെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായും അസ്തമിച്ചു എന്നാണ് അതിനർത്ഥം. ഇനി അങ്ങോട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. ദുഃഖങ്ങളും ദുരിതങ്ങളും മാറിയൊരു കാലഘട്ടമാണ്. ഇനി നിങ്ങൾക്ക് മുമ്പിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുക, ഇതിൻ്റെ മുമ്പിൽ എനിക്ക് വലിയ വിജയങ്ങൾ കാത്തിരിപ്പുണ്ടോ എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ചു വെക്കുന്ന സമയമാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ചിത്തിര നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചകളും പ്രശസ്തിയുമാണ് വന്നു ചേരുവാൻ പോകുന്നത്. ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടുവാൻ കഴിയുന്നതായിരിക്കും. അതായത് നിങ്ങൾ പോലും അറിയാതെ, അതായത് നിങ്ങൾ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള ശത്രുക്കളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സംരക്ഷണം ഈശ്വരൻ കൊണ്ടുവരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. ശിവക്ഷേത്രങ്ങളിൽ പോയി നിങ്ങൾ പ്രാർത്ഥിച്ച് ശിവന് കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശ്വരൻ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കൈപിടിച്ചു കൊടുത്തായിരിക്കും. ഏത് വലിയ ശത്രുവിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ നിങ്ങളെ കൈപിടിച്ചു കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈശ്വര വിശ്വാസത്തോടെ നിങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറാവുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും വലിയ സാമ്പത്തിക അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവന്ന് വലിയ തോതിലുള്ള സാമ്പത്തിക വിജയങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്തായിരിക്കും. അടുത്തത് ഉത്രാട നക്ഷത്ര ജാതകരാണ്. മാനസിക വിഷമങ്ങൾ കൈവരിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ മാറി ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നതായിരിക്കും. നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏത് മേഖലകളിലും വിജയം നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം കിട്ടുന്ന സമയമാണ്. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല. എല്ലാവിധമായിട്ടുള്ള സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഏകാദശി ദിവസം ഭഗവാൻ വിഷ്ണു ഭഗവാന്റെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ നക്ഷത്ര ജാതകരും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വിഷ്ണു സഹസ്രനാമങ്ങൾ ജപിക്കുന്നതും നല്ലതാണ്. കഠിനാധ്വാനം ചെയ്യുക, ജീവിതത്തിൽ വിജയിക്കുന്നതായിരിക്കും. എല്ലാവിധമായിട്ടുള്ള സൗഭാഗ്യത്തോടു കൂടിയും ജീവിത വിജയത്തോടു കൂടിയും നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള സമയങ്ങൾ ജീവിച്ചു വാഴുവാനുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളുമാണ് വന്നു ചേരുന്നത്. ഏകാദശി കഴിയുന്നതോടുകൂടി തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള 12 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെയും എല്ലാ ദുഃഖങ്ങളും മാറി നല്ല രീതിയിലുള്ള ജീവിതങ്ങളും കോടീശ്വര യോഗത്തിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരുവാൻ പോകുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ള 12 നക്ഷത്ര ജാതകരും ഏകാദശി കഴിയുന്നതോടുകൂടി തന്നെ കോടീശ്വര പദവിയിലേക്ക് എത്തിച്ചേരുന്നത് തന്നെ ചെയ്യുന്നതായിരിക്കും. കോടീശ്വര യോഗമാണ് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും നടത്തുന്ന പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമന്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ പൂജ നടത്തുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമന്റ് ബോക്സിൽ വന്ന് നാളും പേരും ആഗ്രഹവും കമന്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുന്നത് ചോദിച്ചാൽ മെസ്സേജിൽ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കുളിച്ചു പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളും സങ്കടങ്ങളും എല്ലാം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുക. ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ടുവരുന്നതായിരിക്കും. ഈ പൂജ കൊണ്ട് ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.